കുറച്ച് ആളുകളും കുറച്ച് ചാനലുകാരും ഇത് രാഹുലേട്ടനെ അല്ലെങ്കിൽ UDF രാഷ്ട്രീയത്തിനെ കരിവാരി തേക്കണമെന്നും അതുപോലെ തന്നെ പറഞ്ഞു. പ്രശാന്ത് ശിവൻ പുള്ളിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ജില്ലാ പ്രസിഡന്റിനെ വിളിച്ചു സംസാരിച്ചു എന്ന് അവന്തിക പറയുന്നുണ്ട്. പുള്ളി ഏതോ ഒരു ഇന്റർവ്യൂ പറഞ്ഞു, ഇന്നലെ എന്നെ വിളിച്ച് കുട്ടി പറഞ്ഞു അവന്തികയുടെ നമ്പർ പോലുള്ള ഇൻസ്റ്റ വഴിയുള്ള കോൺടാക്ട് ഉള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ ഇൻസ്റ്റ വഴി തന്നെ അവന്തിക എത്ര ആളുകളെ അങ്ങോട്ട് ചാറ്റ് ചെയ്ത് ഇതാക്കിയിട്ടുണ്ട്. കോട്ടയം ജില്ലാ പോലീസ് സ്റ്റേഷൻ പരിധി കൊടുത്ത 2 കേസിലും ഓൾറെഡി ഇങ്ങനെ തന്നെയാണ് കൊടുത്തിരുന്നത്. പിന്നെ ഫേസ്ബുക്ക് വഴി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി എന്നോട് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞാണ്. അത് ഒരാളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ഒരാള് ഒരു ഇടത് സംഘടനയിൽ നിൽക്കുന്ന ഒരാളുമാണ്. അത്യാവശ്യം അറിയപ്പെടുന്ന 2 വ്യക്തികളായിരുന്നു. അത് രണ്ടുപേരും 50,000 രൂപ വെച്ചാണ് ആ കേസ് സെറ്റിൽമെന്റ് ചെയ്തത്. ഒരാൾ സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് അയാളുടെ വൈഫിനെ വിളിക്കുകയും വേറെ അടുത്ത കാലത്ത് വേറൊരു വിഷയം ഉണ്ടായി. അത് നൈസായിട്ട് പുള്ളിയുടെ വൈഫിനെയും കൊണ്ട് വിളിപ്പിച്ച് അവസാനം അവധിയെ ബ്ലോക്ക് ചെയ്തിട്ട് തിരിച്ച് വിളിച്ച് കിട്ടാത്ത തരത്തിലാക്കിയിട്ട് പോയി. അത് കേസ് കൊടുത്തിട്ടില്ല, അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുള്ളൂ. അത് ഞാൻ കേട്ടുകൊണ്ട് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, അവന്തിക ഇവിടെ നടത്തിയ ആരോപണങ്ങൾ ഒരു യാഥാർത്ഥ്യമില്ലാത്തത് ആണ്. അവന്തിക നിൽക്കുന്ന രാഷ്ട്രീയത്തില് ഉള്ള ഓൾറെഡി പറയുന്നുണ്ടല്ലോ, ഞാൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായിട്ട് വിളിച്ചായിരുന്നു, സംസാരിച്ചായിരുന്നു. അവരോട് പറഞ്ഞതിന് ശേഷമാണ് ഈ വെളിപ്പെടുത്തൽ ഞാൻ തയ്യാറായെന്ന് അവന്തിക തന്നെ പറയുന്നുണ്ടല്ലോ. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഈ വിഷയം ചർച്ചയുണ്ടായിരുന്നു. എറണാകുളം സിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ അവന്തിക കൂടുതൽ ചർച്ച വന്നു. കമ്മ്യൂണിറ്റി എല്ലാം നേരെ എതിരായി വന്ന സമയത്ത് അതിന്റെ അഡ്മിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നതുപോലെയാണ് എന്റെ വിഷയം ഗ്രൂപ്പിൽ ചർച്ച നടത്താൻ പാടില്ല, എന്റെ രാഷ്ട്രീയം എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. അപ്പൊ അത് രാഷ്ട്രീയ കളിയാന്ന് വ്യക്തമായിട്ട് ആ വോയിസ് തന്നെ നമുക്കറിയാലോ. ആ അഡ്മിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അവന്തികയുടെ രാഷ്ട്രീയം എങ്ങനെ കൊണ്ടുപോകണമെന്ന് ആ വോയിസ് എന്റെ കയ്യിലുണ്ട്. ഗ്രൂപ്പിൽ വന്ന വോയിസ് ഷെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് തരാതെ ഞാൻ കേൾപ്പിക്കാൻ വേണ്ടി. അപ്പൊ ആ വ്യക്തി അന്ന് പറഞ്ഞിട്ടുണ്ട് അവന്തികയുടെ രാഷ്ട്രീയം എങ്ങനെ കൊണ്ടുപോകണമെന്ന് അവന്തികയ്ക്ക് അറിയാം എന്ന്. ഇന്നലെ ഞാൻ സംസാരിച്ച കുട്ടിയോടും പറഞ്ഞു, നിനക്ക് രാഷ്ട്രീയ കളി അറിയാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ എന്നെ ഇതിനകത്തുനിന്ന് പറഞ്ഞ ആരുടെയൊക്കെ വാക്കുകേട്ട് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ വരുന്നത് എന്ന് പറഞ്ഞ വാട്സപ്പ് കോൾ ചെയ്തത് ഞാൻ പുറത്തേക്ക് കുട്ടിയുടെ ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്ത് എന്റെ ഫോണിലേക്ക് അയച്ചാണ് കിടക്കണം മൊത്തം. ഇത് അവധികയായിട്ട് ആ കുട്ടി സംസാരിച്ചതിന് ശേഷം പറയുന്ന വോയിസുകളാണ്. നിനക്ക് രാഷ്ട്രീയം അറിയാത്തതുകൊണ്ടാണ് നീ എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുന്നത്. പിന്നെ ഇത് പ്രശ്നം കൂടി വരുവാണെന്ന് പറഞ്ഞപ്പോഴും അവള് പറഞ്ഞു, എന്റെ കൂടെ കുറെ പേരുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. കുറെ പേരുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. വ്യക്തമായിട്ട് രാഷ്ട്രീയപരമായിട്ട് അവന്തിക നിൽക്കുന്ന BJP രാഷ്ട്രീയത്തിന്റെ അറിവോടെ തന്നെ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ഇടയ്ക്ക് അവന്തിക ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സ്ഥാനങ്ങളാണ്. ആദ്യം BJPയിൽ നിന്നൊരു വ്യക്തിയാണ്, പിന്നെ അത് കഴിഞ്ഞ് ട്രാൻസ്ജെൻഡർ കോൺഗ്രസിൽ വന്നു. അന്ന് രാഘരഞ്ജനി ആയിരുന്നു സംസ്ഥാന പ്രസിഡന്റ്, ഞാൻ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ്. ഞാൻ തന്നെ എന്റെ സഹോദരി എന്നുള്ള നിലയ്ക്കാണ് വീണ്ടും അവിടുന്ന് പോരുന്നത് കൊണ്ടുവന്നത്. അപ്പൊ അവന്തികയ്ക്ക് എറണാകുളം ജില്ലാ പ്രസിഡന്റിന്റെ സ്ഥാനം കൊടുത്തപ്പോൾ അത് പോരാ, അവന്തികയ്ക്ക് ചാടി യൂത്ത് കോൺഗ്രസിലേക്ക് പോകണം. അങ്ങനെ പറഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെയാണ് അന്ന് അവന്തിക വിളിച്ചതും രാഹുലേട്ടൻ പറയുകയും ചെയ്തു. ഓക്കെ, സ്വാഗതം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെനിക്കറിയാം. നോർമലി ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് ഒരാൾ പോരുമ്പോൾ ചിലപ്പോൾ പറയുന്ന ഒരാൾ പറയും നിങ്ങൾക്ക് സ്വാഗതം. ഇപ്പൊ ഞങ്ങളായാലും പറയും, ഇപ്പൊ ഇതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളും കൂടി വന്നു കഴിയുമ്പോൾ ഞങ്ങൾ സ്വാഗതം പറയാം. അതുപോലെ പുള്ളിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ആൾക്ക് യൂത്ത് കോൺഗ്രസിൽ കയറണമെന്നൊരു വാശിയായിരുന്നു. പിന്നെ അതും ഒറ്റയടിക്ക് നടക്കില്ല എന്നറിഞ്ഞപ്പോൾ വീണ്ടും AYF പോകാന്ന് ഇടയ്ക്ക് എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പൊ വീണ്ടും BJPയിലേക്ക് തിരിച്ചു പോയെന്നും അവരോട് ചേർന്ന് നിൽക്കുന്നു എന്നും ഈ വ്യക്തി പറഞ്ഞ് ഇപ്പൊ അവരുടെ രാഷ്ട്രീയമാണ് അവൾ കളിക്കുന്നതെന്നും പല വോയിസ് വഴിയും എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായതും ഇന്നലെ സംസാരിച്ചതിലും അവളുടെ രാഷ്ട്രീയമാണ് അവൾ ചെയ്യുന്നതെന്നും ഞങ്ങളുടെ എറണാകുളം സിറ്റി എന്ന് പറയുന്ന ഗ്രൂപ്പിലും വന്നത് അവന്തികയുടെ രാഷ്ട്രീയമാണ്, അവന്തിക അത് എങ്ങനെ കൊണ്ടുപോകേണ്ടതെന്ന് അറിയാമെന്ന് പറഞ്ഞു. പിന്നെ രാഷ്ട്രീയ കളിയാന്ന് മനസ്സിലാക്കാൻ ആ ഒറ്റ വോയിസ് റെക്കോർഡ് പോരെ. ഞാനായിട്ട് നേരിട്ട് ഇത് പിന്നീട് സംസാരിച്ചിട്ടില്ല. ഈ രാഹുലേട്ടനോട് ക്രഷ് ആണെന്നുള്ള കാര്യം എന്നോടും അവന്തിക പറഞ്ഞിട്ടുണ്ട്, വേറെ കുട്ടിയോടും പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തിയോട് ക്രഷ് തോന്നാം, ആ വ്യക്തി ഇവരുടെ പരിധിയിൽ വന്നില്ലെങ്കിൽ ആ വ്യക്തിക്കെതിരെ ഇതുപോലത്തെ ഇത്രയും വൃത്തികെട്ട ആരോപണങ്ങൾ ഉന്നയിച്ച നടക്കുന്ന കാര്യമാണോ? പലരോടും ക്രഷൊക്കെ തോന്നാൻ സ്വാഭാവികം. അതുപോലെ ഇപ്പൊ എന്തായാലും എന്നെ സംസാരിച്ച കുട്ടിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന പുള്ളിയോടും ക്രഷാന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാളെ പുള്ളിക്കെതിരെ ആരോപണമായിട്ട് വരുമോ? ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഇൻസ്റ്റയിൽ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, മെസ്സഞ്ചറിൽ മെസ്സേജ് വരുന്നുണ്ട്, അല്ലാതെ എന്റെ നമ്പർ എവിടെയെങ്കിലും തപ്പിയെടുത്ത് വിളിക്കും. ഇന്നലെ പിന്നെ കുറെ കോൾ വന്നിട്ടുണ്ട് അവരവരൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പിന്നെ തിരിച്ച് ഞാനും കൂടി അതിന്റെ ഒപ്പം നിന്നാൽ മാത്രമല്ലേ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ആരെയെങ്കിലും ഏതെങ്കിലും സ്ത്രീകളെ ആരെങ്കിലും എനിക്ക് നിന്നെ റേപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് വിളിച്ചതായിട്ട് എവിടെയെങ്കിലും വലിയ പീഡനങ്ങൾ, സൂര്യനെല്ലി പീഡനം മുതലുണ്ട്, ആരെങ്കിലും അങ്ങനെ പറഞ്ഞാലും കൊണ്ടുപോയതായിട്ട് ആർക്കെങ്കിലും അറിയോ?